പൊന്നാനിയെ കുറിച്ച് എന്താ പറയാ? എന്തേലും പറയൂ പൊന്നാനിയെ കുറിച്ച് എന്താ പറയാ? ഒറ്റയ്ക്കല്ല കേട്ടോ ഇന്നത്തെ യാത്ര, ഇവരൊക്കെ ഉണ്ട് ഒപ്പം. എല്ലാവർക്കും ഫുട്പെഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ മലപ്പുറം ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലാണ് നിൽക്കുന്നത്. പൊന്നാനിയാണ് നിൽക്കുന്നത്. അപ്പോൾ സാധാരണ അതുപോലെ ഒരു ബൈക്ക് ട്രിപ്പ് ആയിരുന്നില്ല, കാറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാറിലെ വിഷ്വൽസും ഇങ്ങോട്ട് വന്നുള്ള യാത്ര ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കോവിഡൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പൊന്നാനിക്ക് വരുന്നത്. പക്ഷേ ഞെട്ടിപ്പോയിട്ടോ, ഇത്രയും ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. ലൈറ്റൊക്കെ കുറച്ച് കുറവായിരിക്കും, ഏകദേശം സമയം ഒരു 6:30-7 മണി ആവാറായിരിക്കും. അത്രയും ജനങ്ങളുണ്ട്. പക്ഷെ എന്നാലും പൊന്നാനി വരിക എന്ന് പറഞ്ഞാലൊരു വെറൈറ്റി വൈബാണ്. ആ ഒരു ബീച്ചും ആ ഒരു കാറ്റും പിന്നെ ഈ ഒരു വൈകുന്നേര സമയം. സമയം ഭയങ്കര ഇരുട്ടായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീരിയൊക്കെ ഉണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, മൈക്കൊന്നും ഇല്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ബീച്ചിൻ്റെ ഒരു ഏകദേശം സെൻറ്റർ എന്നൊക്കെ പറയാവുന്ന ഒരു ഭാഗമാണ്. അവിടേക്ക് നോക്കിയാൽ ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ കടലിൽ 2-3-4 ബോട്ടുകളൊക്കെ ദൂരത്ത് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്, കുറേ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഒരു രസമുള്ള സ്ഥലമാണ്. ബീച്ചെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാമല്ലോ, അതിൻ്റെ ഒരു വൈബ്. ഇതൊരു ഷോർട്ട് ടൈം വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. ചെറുതായിട്ട് പെട്ടെന്നൊരു പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. പക്ഷേ എത്താൻ കുറച്ചുകൂടി ലേറ്റ് ആയി പോയി, അതുകൊണ്ട് തന്നെ ലൈറ്റും കുറവാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും. പൊന്നാനിയെ കുറിച്ച് എന്താ പറയാ? എന്തേലും പറയൂ പൊന്നാനിയെ കുറിച്ച് എന്താ പറയാ? പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചുകളിലൊന്നാണ് പൊന്നാനി. അപ്പോൾ പൊന്നാനി വെള്ളമൊക്കെ വരും ബീച്ചല്ലേ, പറയും. പൊന്നാനി ബീച്ച് മലപ്പുറത്തെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിലൊന്നാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ തിരക്ക്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീക്കെൻഡിലൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ നമ്മുടെ ഈ ജില്ലയിൽ ഏറ്റവും തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് പൊന്നാനി ബീച്ച്. ഓക്കെ. അപ്പോൾ ബീച്ചിന് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല. സാധാരണ ഒരു കടപ്പുറം അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം അവിടെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ, തിരമാലകൾ, വൈബാണ്. ഒരു ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ കുറച്ച് നമ്മൾ വൈകിപ്പോയി സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ട് കുറച്ചുകൂടി നന്നായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഒപ്പം വരികയാണെങ്കിൽ ഏത് സമയം വരികയാണെങ്കിലും നല്ല രസമാണ്. കല്യാണം കഴിഞ്ഞാൽ കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിലും നല്ല രസമാണ്. പക്ഷേ ഈ ഒരു പ്രൈവസി കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ എപ്പോഴും വരികയും, അല്ലാതെ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാരും ജനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒടുക്കത്തെ ബ്ലോക്കാണ്, വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന ബീച്ചുകളിൽ ഒരു ബീച്ച് തന്നെയാണ് പൊന്നാനി ബീച്ച്. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു നല്ലൊരു പോയിൻ്റാണ്. നിങ്ങളൊരു ഫ്രണ്ട്സുകളൊപ്പമാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും വരാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ തന്നെ വരണം. കാരണം സൺഡേ ഒക്കെ ഇവിടെ നിറച്ച ആളായിരിക്കും. നിറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമയം ചൂസ് ചെയ്തിട്ട് വരും. പൊന്നാനിനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. എന്നുവെച്ചൊരു റിഫ്രഷ്മെന്റിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറച്ച് ഉറക്കം പറയാൻ പറ്റുമോ? പറയാലോ.
പൊന്നാനിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഒരു റിഫ്രഷ്മെന്റ് ആണ്. അതായത് നമ്മൾ ഇവിടെ അല്ല വരല്, അപ്പുറത്ത് പുലിമുട്ടിലൊക്കെ സ്ഥലത്തൊക്കെയാണ് നമ്മൾ പോക്ക്. ആ ഭാഗത്ത് അങ്ങനെ തിരക്കും കാര്യങ്ങളും ഇല്ലാത്ത കാരണം നമുക്ക് നമ്മുടേതായ ഒരു ലോകം അവിടെ കിട്ടും. ഓക്കെ. പിന്നെ ചരിത്രപരമായിട്ട് കുറേ കാര്യങ്ങളുള്ള സ്ഥലമാണ് പൊന്നാനി. അതേപോലെ കുഞ്ഞാലി മരക്കാരും നമ്മളെ സിനിമ ഇറങ്ങാനൊക്കെ പോകുന്നില്ലേ, അതിൽ കുഞ്ഞാലി മരക്കാർ ജനിച്ചു വളർന്ന സ്ഥലമാണ് പൊന്നാനി. പിന്നെ മതപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പൊന്നാനി മക്കാമ കുറച്ച് ഫേമസ് ആണ് തോന്നുന്നുണ്ടല്ലേ? അതെ അതെ, വലിയ പള്ളിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഫേമസ് ആണ്. അതതിൻ്റെ കൺസ്ട്രക്ഷനിലെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതിന് കുറച്ച് വ്യത്യാസമുണ്ട് പഴയ മോഡല്. അതിപ്പോഴും അങ്ങനെ തന്നെ ഉള്ളത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.